ഇപ്പോൾ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ, മോദി സമുദായത്തെ അപമാനിച്ചെന്ന കേസിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അത് തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യവും ലഭിച്ചിട്ടുണ്ട്. മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യവും അവസരവുമുണ്ട്. സൂറത്ത് കോടതിയാണ് ഇപ്പോൾ ഈ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. BJP MLA പൂർണേഷ് മോദിയുടെ പരാതിയിലാണ് കേസെടുത്തത്. ഇത് മോദി സമുദായത്തെ പൂർണ്ണമായി അപമാനിച്ചു എന്ന് തന്നെ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് കരുതാമോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയാണോ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ മോഡി സമുദായമാണോ? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് BJPയുടെ നേതാവായിട്ടല്ലേ? അങ്ങനെ BJPയുടെ നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ നേതാവ് വിമർശിക്കില്ലേ? നരേന്ദ്രമോദി എന്ന് പറഞ്ഞതുകൊണ്ട് മോഡി സമുദായത്തെ അവമാനിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? അവർ ഉൾക്കൊള്ളുന്ന സമുദായം ഉണ്ടാകും. ആ സമുദായമെല്ലാം ആ പാർട്ടി ആകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മൂന്നാമതൊരാളുടെ മനസ്സിലാകാത്ത രൂപത്തിലുള്ള വിശദീകരണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രൂപത്തിൽ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധിയെ ജയിലിനകത്താക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിത് കാണുന്നത്. അതിന് ഈ കേസ് അല്ലെങ്കിൽ വേറൊരു കേസ്, ഇപ്പോഴതല്ലെങ്കിൽ മറ്റൊരു കേസ്, എന്തായാലും ആ കേസിന്റെ പിന്നാലെ പോവുകയാണ്. നമ്മളുടെ തൊട്ടടുത്ത രാജ്യങ്ങളിലൊക്കെ മുൻ ഭരണാധികാരികളെ വേട്ടയാടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഒരു ഭരണാധികാരി പോലും ഇരുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി ജനകോടികളുടെ നേതാവല്ലേ? അപ്പൊ രാഹുൽ ഗാന്ധിയെ അപമാനിക്കണം, രാഹുൽ ഗാന്ധിയുടെ പോപ്പുലർ സപ്പോർട്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തണം. അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ്. ഈ ശ്രമത്തെ ഇന്ത്യൻ ജനത യഥാർത്ഥത്തിൽ അതിൻ്റെതായ നിലയിൽ തള്ളിക്കളയുക മാത്രമേ ചെയ്യൂ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ കള്ളന്മാരെല്ലാം മോദി സമുദായത്തിൽപ്പെടുന്നവരാണ്, മോദി അല്ലെങ്കിൽ ആ മോദി എന്ന പേര് ഉള്ളവരാണ് എന്ന് പറയുന്നത് തീർച്ചയായും ആ ഒരു സമുദായത്തെ അപമാനിക്കുന്നതാണ് എന്നുള്ള ഒരു കോടതിയുടെ കണ്ടെത്തൽ തീർത്തും തെറ്റാണോ എന്നാണോ താങ്കൾ പറയുന്നത്? ആണല്ലോ. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ മോഡി സമുദായം അല്ലല്ലോ. അങ്ങനെയാണെന്ന് ഒരു HN ബഹൂണ എന്ന് പറയുന്ന ഇവിടെ വേറെ ബ്രാഹ്മണ സമുദായമാകണ്ടേ? ഇങ്ങനെ ഓരോരുത്തരെയും ചുറ്റിപ്പറ്റി അവരുടെ സർനെയും വരുന്നതിനകത്ത് ആ സമുദായമാകണ്ടേ? അങ്ങനെ ഇവരെല്ലാം സ്വന്തം പേരിൽ നിലനിൽക്കാൻ കഴിയാത്തത് കൊണ്ട് സമുദായത്തിന്റെ പിന്നിൽ ഒളിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടേ ഇത് കാണാൻ കഴിയും. ഇത് സത്യം പറഞ്ഞാൽ വിച്ച് ഹണ്ടിങ് ആണ്. ഇത് വേട്ടയാടലാണ്. ആ വേട്ടയാടലിന് കാരണം കണ്ടെത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ കുറ്റം ശിക്ഷ തീരുമാനിച്ചു. ഇനി അതിന്റെ ശിക്ഷ ഏത് രൂപത്തിൽ വേണമെന്നുള്ളതാണ് അവരാലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇതൊരിക്കലും നിലനിൽക്കില്ല. ഇന്ത്യൻ ജനത ഇതിനെതിരായിട്ട് ശക്തമായി പ്രതികരിക്കും. വളരെ ശ്രീ തിരുവഞ്ചൂർ, താങ്കളുടെ പ്രതികരണത്തിന്. മോദി സമുദായത്തെ അപമാനിച്ചു എന്നുള്ള കേസിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവ് ശിക്ഷ ഇപ്പോൾ സൂറത്ത് കോടതി വിധിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം തുടർന്ന് ലഭിക്കുകയുണ്ടായി. മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമുണ്ട്. BJP MLA പൂർണേഷ് മോദിയുടെ പരാതിയിലാണ് കേസെടുത്തത്.